ഹലോ, നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ മാത്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്സ് ക്ലാസ് കണ്ട് അത് നോട്ട് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ എല്ലായിടത്തും നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. പാലക്കാടും നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ ഇത്രയും സമയം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കുറച്ചൊരു കുറവുണ്ട്. നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ അറിയാൻ പറ്റും, നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് റോഡാണ്. പക്ഷെ ബാക്കിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാടവും അതേപോലെ തന്നെ കുറച്ച് ദൂരം പോയിട്ടുണ്ടെങ്കിൽ പുഴയും കൂടെ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആവുന്ന സമയത്ത് ഇത്തിരി കൂടുതൽ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ വെള്ളം നിറയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറിയിട്ടില്ല, പക്ഷെ നമ്മളുടെ ചുറ്റിലും നല്ല വെള്ളം ഉണ്ടാവും. കുറച്ച് മഴയ്ക്കൊരു ആശ്വാസം ഉണ്ടെങ്കിൽ വെള്ളം മൊത്തം ഇറങ്ങി പഴയ പോലെ തന്നെ ആവും കേട്ടോ. മഴ പെയ്ത് തുടങ്ങിയാൽ തന്നെ ഇവിടുത്തെ കിണറിലെ വെള്ളം യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ പുറത്തുനിന്ന് ക്യാനിൽ വാങ്ങിക്കുകയാണ്. മഴക്കാലത്ത് മാത്രം നമ്മൾ വാങ്ങിക്കും, അല്ലെങ്കിൽ വെള്ളം ഓക്കെയാണ്, അടിപൊളിയാണ്. ഇതേ കണ്ടു, ഈ സ്റ്റെപ്പിൻ്റെ ഇതുവരെ എത്തിയിട്ടുണ്ട് വെള്ളം. പക്ഷേ ഇനി കൂടില്ല എന്ന് വിചാരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല. കാരണം ചില വീഡിയോസൊക്കെ കാണുമ്പോൾ വീടിൻ്റെ ഉള്ളിൽ വെള്ളം കയറുക, അതുപോലെ തന്നെ റൂമിൽ വെള്ളം കയറുക, സകല സാധനങ്ങളൊക്കെ നശിച്ച് അങ്ങനെ ഓരോ വ്ളോഗുകൾ ഞാൻ കാണുമ്പോൾ വിചാരിക്കുന്നുണ്ട് എന്ത് ബുദ്ധിമുട്ടായിരിക്കും അവർക്കെന്ന്. ആ ഒരു സിറ്റുവേഷൻ അനുഭവിക്കുന്നവർക്കേ അറിയുള്ളൂ അത്ര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ ഡേറ്റൊക്കെ വന്നിട്ടുണ്ട്, എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഗസ്റ്റ് 2-ാം തീയതിയും അതുപോലെ തന്നെ ഓഗസ്റ്റ് 9-ാം തീയതി ആയിട്ടാണ് എക്സാം. ഞാൻ വിചാരിച്ചത് ഒരു ഓഗസ്റ്റ് ലാസ്റ്റൊക്കെ ആയിട്ടായിരിക്കും ഉണ്ടാവുക എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ എക്സാമും കാര്യങ്ങളൊക്കെ കറക്റ്റ് പറഞ്ഞ ആ ഒരു സമയത്ത് തന്നെ നടത്തുന്നുണ്ട്, വല്ലാതെ ലേറ്റായി പോകുന്നൊന്നുമില്ല. ASM കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എക്സാം ഈ അടുത്ത കാലത്തൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ടൈം വേസ്റ്റ് ചെയ്യരുത്. കാരണം നവംബർ ഡിസംബറൊക്കെ ആയിട്ട് നിറയെ നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട്. VFA ആണെങ്കിലും അതുപോലെ തന്നെ കമ്പനി ബോർഡ് LGS, ബെവ്കോ LD, അതുപോലെ പ്രിസൺ ഓഫീസർ വരുന്നുണ്ട്. പിന്നെ +2 ലെവലാണെങ്കിൽ ഫോഴ്സ് മൊത്തം CPO, WCPO, അതുപോലെ തന്നെ ഫയർമാൻ, ഫയർ വുമൺ, SI പ്രിലിംസ് ഒന്നുകൂടെ വരും. അതുപോലെ തന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ചിലപ്പോൾ ഈ ഒരു വർഷം നോട്ടിഫിക്കേഷൻ വരാൻ ഒരു ചാൻസ് ഉണ്ട്. പിന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ എക്സാമൊക്കെ ഉണ്ടാവും. അപ്പോൾ എക്സാമിന് എന്തായാലും കുറവുണ്ടാവില്ല, നമ്മൾ പഠിച്ചാൽ മാത്രം മതി. എൻ്റെ കയ്യിലുള്ളത് സൈലത്തിൻ്റെ ബുക്കാണ്. ഇത് എൻ്റെ ബുക്കല്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ ബുക്കാണ്. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് ജസ്റ്റ് പഠിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇത് മിക്കവരുടെ കയ്യിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, പക്ഷെ എന്നാലും ഇല്ലാതിരിക്കുന്നവർക്ക് അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സൈലത്തിൻ്റെ ബുക്ക് വാങ്ങണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഇനി ഇത് കണ്ടിട്ട് വേണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കാമല്ലോ. ഇത് മൊത്തം 13 വോളിയായിട്ട് വരുന്നുണ്ട്. ഫിസിക്സും കെമിസ്ട്രി ഒരു ബുക്കിനകത്ത് തന്നെയാണ് ഉള്ളത്. ബയോളജി സെപ്പറേറ്റ് ആയിട്ടുള്ള ബുക്കാണ്. അതുപോലെ തന്നെ ജോഗ്രഫി സെപ്പറേറ്റ് ആണ്, ഹിസ്റ്ററി, അങ്ങനെ ഓരോന്നും ഓരോ ബുക്കിനകത്താണ് വരുന്നത്. ഇത് ഓരോ ചാപ്റ്റർ ആയിട്ടാണ് വരുന്നത്. അതിൻ്റെ അവസാനം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള PYQ ക്വസ്റ്റ്യനും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ബുക്കിലും ഏകദേശം കണ്ടന്റുകളൊക്കെ സെയിം ആണ്, പക്ഷെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഓരോ പോയിന്റുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ലക്ഷ്യയുടെയൊക്കെ കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കൊടുത്ത പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എൻ്റെ കയ്യിൽ ലക്ഷ്യയുടെ ബുക്ക് ഉണ്ട്. എനിക്ക് ഒരുപാട് എക്സ്പ്ലനേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കത് വായിക്കാനേ തോന്നാറില്ല. പക്ഷെ ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടോപ്പിക് എടുത്താൽ അതിനെക്കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും, അല്ലെങ്കിൽ ആഴത്തിലുള്ള ഡീപ്പായിട്ട് നമുക്ക് എത്ര പഠിക്കാൻ പറ്റുമോ അത്രയും പഠിക്കുന്നത് തന്നെയാണ് സേഫായിട്ടിരിക്കുക. പക്ഷേ അതൊട്ടും പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വായിക്കാനേ ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റാങ്ക് ഫയൽ നല്ലൊരു ഓപ്ഷനാണ്. ഇനി റാങ്ക് ഫയലേ നോക്കാതെ ക്ലാസ്സുകൾ മാത്രം കണ്ട് പഠിക്കുന്നവരും ഉണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ലക്ഷ്യയുടെ റാങ്ക് ഫയലും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇത് ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ മലയാളം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള റാങ്ക് ഫയലാണ്. ഇതിനകത്ത് ബയോളജി കുറച്ച് പോയിന്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫിസിക്സും കെമിസ്ട്രിയൊക്കെ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത പോലെ എനിക്ക് തോന്നുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്നുണ്ടെങ്കിലും എക്കണോമിക്സ് ആണെന്നുണ്ടെങ്കിലൊക്കെ ഇതുപോലെ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് കേട്ടോ ലക്ഷ്യയുടെ ബുക്കിലുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. ടാറ്റ, ബൈ ബൈ, സി യു.